കേശു ഞാൻ പറയണോന്ന് കേക്ക്. ഇല്ല എനിക്കൊന്നും കേക്കണ്ട. അങ്ങനെ പറയല്ലേ. ഇവിടുത്തെ ഭയങ്കര കടുത്തുപോയി കേട്ടോ, ഭയങ്കര കടുത്തുപോയി. എടാ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എനിക്കൊന്നും കേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ എന്താണ് ഈ കൊച്ചു പിള്ളേരുടെ പോലെ? ഞാൻ പിന്നെ കൊച്ചു കൊച്ചല്ലേ അല്ലേ? എടാ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇതാണോ അബദ്ധം? ഞാനേ കേശു ഞാൻ പറയട്ടെ എന്ന്. കേശു കേശു എടാ അച്ഛനൊരു അബദ്ധം പറ്റി, അതിവിടെ കഴിഞ്ഞു. നീ ഇവിടെ താരോട് പറയരുത്, അച്ഛന് വലിയ നാണക്കേടായി പോകും. ഓ നാണക്കേടാവൂല്ലേ? അതെ 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 അതെ. ഞാൻ പറയും കേശു പ്ലീസ്. ഞാൻ പറയും. പറയരുത്. ഗംഭീരം. അടിപൊളി. ഗംഭീരം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, പോയ പോലെ തിരിച്ചു വന്നല്ലേ? എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കേശു ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. ചേട്ടന് പപ്സ് മേടിച്ചു തന്നില്ലേ? പപ്സാ? ഇവന് ഞാൻ ബർഗറാണ് മേടിച്ചു കൊടുത്തത്. ബർഗറാ? എന്നാ പിന്നെ എന്നെ കൊണ്ടുപോയി കൂടായിരുന്ന? അതെ ഇവനെ സിനിമ കണ്ട് എന്റെ ക്ഷീണം ഉണ്ടാവും. കേശു പോയി കിടന്ന് ഉറങ്ങി. ചെല്ലു ഇത് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ പോയി കിടക്കണുള്ളൂ. പറയരുത്. എടാ പറയടാ, എന്തുവാ? ആ പടം ഉണ്ടല്ലോ ഒഡീസി, ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് കൂർക്കവലിയായിരുന്നു. ആണോ? നായക ഫുള്ള് കുറുക്കവലിയായിരുന്നു? നായകനല്ല പിന്നെ ഈ നിക്കണ സാക്ഷാൽ കുഴപ്പമുള്ള തച്ചൻ. ഡോൾബി അറ്റ്മോസിന് പോലും ഇല്ലായിരുന്നു അത്രയും സൗണ്ട്. കൂർക്കം വലിക്കായിരുന്നു ഫുള്ള്. എടി സംഭവിച്ച എന്താന്നറിയാമോ? ഞാൻ ഇവിടത്തെ ആ ധൃതിയിൽ അങ്ങ് പോയപ്പോഴേ എന്റെ കണ്ണട എടുക്കാൻ മറന്നുപോയി. പോപ്കോണും വാങ്ങിച്ച് തിയേറ്ററിനകത്ത് കയറിയപ്പോഴാണ് ഞാൻ ആലോചിക്കണത് കണ്ണട എടുത്തിട്ടില്ല എന്ന്. പിന്നെ സിനിമ തുടങ്ങിയപ്പോ എന്തോ കുറെ പുകമറ മാത്രം, ഒന്നും മനസ്സിലാവണില്ല. ഞാൻ കിടന്നുറങ്ങി, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ല. അച്ഛാ അപ്പൊ തിരിച്ചു വന്നിട്ട് കണ്ണട എടുത്തിട്ട് പിന്നെ പോക്കൂടെ? വഴിക്കും പടം ഉണ്ടാവലാവൂല്ലേ മോളെ? അതെ. എടാ ആൾക്കാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയായിരുന്നോ? ആൾക്കാരും ദൈവഭാഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അവര് കുറെ ചീത്ത വിളിച്ചു. നമ്മളെയല്ല, തിയേറ്ററുകാരനെ. ഒഡീസി പടത്തിനകത്ത് ഫുള്ള് കൂർക്കം വലിയാണല്ലോ, നീയൊക്കെ പ്രിന്റ് മാറ്റിയിട്ടേക്കോണോന്ന്. അയ്യോ പേടിക്കണ്ട, വേറെ കുറെ പേര് സപ്പോർട്ട് ചെയ്തു. ദിസ് ഈസ് ക്രിസ്റ്റഫർ നോളൻസ് ബ്രില്യൻസ് എന്ന്. അതെന്താ? ക്രിസ്റ്റഫർ നോളന്റെ ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ് പറഞ്ഞ സാധനം ഉണ്ടേ, അതാണെന്ന് പറഞ്ഞങ്ങ് വെച്ച് അവന്മാര് റിവ്യൂ കൊടുത്തു. അച്ഛാ അതല്ല, ഉറങ്ങിയതോ ഉറങ്ങി, എന്നാ പിന്നെ പുറത്തു വന്നിരുന്ന് ഉറങ്ങിക്കൂടായിരുന്നു. ഞാൻ പറഞ്ഞു, അതിന് മറുപടിയും തന്നു. എന്താ അച്ഛാ? മോളെ നമ്മൾ ഇത്രയും കാശ് മുടക്കി കറണ്ട് ചെലവാക്കിയിട്ട് നമ്മൾ എന്തിനാ പുറത്തു പോയി കിടക്കണത്? അച്ഛാ കറണ്ട് ചെലവാക്കുന്നത് തിയേറ്ററുകാരല്ലേ, നമ്മളല്ലല്ലോ. എന്ന് കരുതി അതൊരു ചെലവല്ലേ, അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യണ്ടേ? എന്നാലും എന്തൊരു നാണക്കേടാ എന്റെ ചേട്ടാ. 1600 രൂപയുടെ പടം കാണാൻ കയറിയിട്ട് കിടന്ന് ഉറങ്ങിയേക്കുന്നു. ഒരാൾക്ക് മാത്രമല്ല പടം കാണാൻ പറ്റായിരുന്നത്, ആ തിയേറ്ററിൽ ഇരുന്ന് അത്രയും പേർക്കും. 2000 രൂപ ടിക്കറ്റ് എടുത്ത് ഏറ്റവും ബാക്കി ഇരുന്നവന് പോലും നേരെ കാണാൻ പറ്റിയില്ല. ഡോൾബി അറ്റ്മോസ് ഒക്കെ അല്ലേ, കൂർക്കമ്പലിക്ക് അത്ര കേക്കുവോ? എടി ഡോൾബി അറ്റ്മോസ് താഴെ, കുഴിപ്പണത്തച്ഛനൊക്കെ മുകളില്. നാണക്കേട്. നോളന്റെ കരുണക്ക് രക്ഷപ്പെട്ടു. പടം തീരുന്നവരെ. അയ്യോ ഞാൻ 2 തവണ തട്ടി എണീപ്പിച്ചു. അപ്പം എന്ന് പറഞ്ഞൊന്ന് എണീറ്റു. 2 മിനിറ്റ്, അത് കഴിഞ്ഞ് പിന്നെ നാണക്കേടായി പോയി. കേശു നീ എന്നെ ഒറ്റ കൊടുത്തല്ലടാ, നിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞല്ലടാ ഇവിടെ വന്ന് പറയരുതെന്ന്. അച്ഛനെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞല്ലേ അവിടെ കിടന്ന് കൂർക്കം വിളിക്കില്ലെന്ന്. ഇല്ലടാ, ഇനി നിന്നോടുള്ള കൂട്ടില്ലടാ. പച്ചപ്പുല്ല് താമരപ്പുല്ല് നിന്നോടുള്ള കൂട്ടുവിട്ട്. ഇങ്ങനെ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് പാടാ ഇനിയും വേണ്ട. ഞാനൊന്നും കൊണ്ട് ചെല്ലട്ടെ.